പാകിസ്ഥാൻ മുതൽ റഷ്യ വരെയുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആണവായുധങ്ങൾ എന്നത് ഇന്നത്തെ കാലത്തൊരു പ്രധാന വിഷയമാണ്. എല്ലാ ആണവായുധങ്ങളുടെയും കാതലായ ഒരു പ്രധാന ഘടകമായി നിലനിൽക്കുന്നത് യുറേനിയം എന്നതാണ്. വേൾഡ് ന്യൂക്ലിയർ അസോസിയേഷന്റെ കണക്കുകൾ അനുസരിച്ചുകൊണ്ട് ലോകത്തെ ഏകദേശം 20 രാജ്യങ്ങളിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും അവയിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ പോലും ഈ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് ശരിക്കും മറ്റൊരു രാജ്യമാണ്. ആ രാജ്യമാണ് കസഖിസ്ഥാൻ. എന്നാൽ ഏകദേശം 20 ദശലക്ഷം ജനസംഖ്യയുള്ള കസഖിസ്ഥാനിൽ 70% നിലനിൽക്കുന്ന സമൂഹം എന്നത് മുസ്ലിങ്ങളുടേതാണ്. ജനസംഖ്യയുടെ 17% മാത്രം വരുന്ന ക്രിസ്ത്യാനികളാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന രണ്ടാമത്തെ വലിയ വിഭാഗം എന്നത്. ജനസംഖ്യ വളരെയധികം കുറവാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം ഉൽപ്പാദകരാണ് കസഖിസ്ഥാൻ എന്ന രാജ്യം. പ്രതിവർഷം ഏകദേശം 21,000 ടണ്ണാണ് ഈ രാജ്യം കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ മറ്റ് രാജ്യങ്ങളുടെ കണക്കെടുത്താൽ കാനഡ 7,351 ടണ്ണും നമീബിയ 5,613 ടണ്ണുമാണ് കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത്. കസഖിസ്ഥാന്റെ യുറേനിയം ഉൽപ്പാദനത്തിന് ഭൂമിശാസ്ത്രപരമായും വലിയ പങ്കാണ് നിലനിൽക്കുന്നത്. എന്നാൽ യുറേനിയം സംഭരിക്കാൻ സ്വാഭാവികമായും അനുയോജ്യമായ വലിയ പാറക്കൂട്ടങ്ങളാൽ സമ്പന്നമാണ് പാകിസ്ഥാന്റെ ഭൂമി എന്നതും. കൂടാതെ ചരിത്രപരമായി കസഖിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ആ സമയത്ത് സോവിയറ്റ് ശാസ്ത്രജ്ഞർ യുറേനിയം പരിവേഷണം ചെയ്യുകയും അതുപോലെ വ്യാപകമായി ഖനനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നും പ്രവർത്തിക്കുന്ന പല ഖനികളും അക്കാലത്ത് സ്ഥാപിതമായവ കൂടിയാണ്. യുറേനിയം വേർതിരിച്ചെടുക്കൽ വില കുറഞ്ഞതും അതുപോലെ പരിസ്ഥിതി സൗഹൃദപരവുമാക്കുന്ന ഒരു പ്രത്യേക ഖനന സാങ്കേതിക വിദ്യയും കസഖിസ്ഥാൻ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തിലെ മൊത്തം യുറേനിയത്തിന്റെ 30% കസഖിസ്ഥാനാണ് കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത്. മാത്രമല്ല ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അത്യാവശ്യമായ മൂലകങ്ങളിൽ ഒന്നുകൂടിയാണ് യുറേനിയം എന്നത്. പക്ഷേ എല്ലാത്തരം യുറേനിയവും ഈ ആവശ്യത്തിന് അനുയോജ്യമായിരിക്കില്ല. ആയുധങ്ങളിൽ ഉൾപ്പെടുന്ന 2 പ്രധാന തരങ്ങൾ എന്നത് യുറേനിയം 238, യുറേനിയം 235 തുടങ്ങിയവയാണ്. അതുപോലെ പ്രകൃതിയിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന രൂപമാണ് U238 എന്നത്. എന്നാൽ ഇത് നേരിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല. മറുവശത്ത് നിൽക്കുന്നത് U235 അപൂർവമാണ്. എന്നാൽ ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കുന്നതിന് വളരെ പ്രധാനമാണ് ഇത് ശരിക്കും. അതിന് പിന്നിലെ കാരണം എന്നത് U235 ന്യൂക്ലിയർ ഫിഷൻ ചെയ്യാൻ കഴിയുമെന്നതാണ്. മാത്രമല്ല ആറ്റം വിഘടിപ്പിച്ച് വൻതോതിൽ ഊർജ്ജം പുറത്തുവിടുന്ന ഒരു പ്രക്രിയ കൂടിയാണിത്. ഇതാണ് ഒരു ന്യൂക്ലിയർ സ്ഫോടനത്തിന് പിന്നിൽ നിലനിൽക്കുന്ന ശക്തി എന്നത്. അതേസമയം ആണവായുധങ്ങൾക്ക് യുറേനിയം എന്നത് വളരെയധികം ആവശ്യമായിട്ടുള്ള ഘടകമാണ്. എന്നാൽ ചിലതരം ആയുധങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമാകുകയുള്ളൂ. ഒരാണവായുധം പൊട്ടിത്തെറിക്കുമ്പോൾ അത് വൻതോതിലുള്ള ഊർജ്ജം പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇത് വൻതോതിലുള്ള നാശത്തിനും അതുപോലെ ജീവഹാനിക്കും ഇടയാക്കുന്നുമുണ്ട്. ഒരു ന്യൂട്രോൺ U235 ആറ്റത്തിൽ ഇടിക്കുമ്പോൾ ആറ്റം വിഭജിക്കപ്പെടുകയും അതുപോലെ വലിയൊരു ഊർജ്ജ സ്ഫോടനം പുറത്തുവിടുകയുമാണ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു സാധാരണ ആണവായുധത്തിൽ 90% വരെ U235 അടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉയർന്ന സമ്പുഷ്ടമായ രൂപമില്ലാതെ ഒരു ന്യൂക്ലിയർ ബോംബ് ഒരിക്കലും സാധ്യമാകില്ല. എന്നാൽ വിനാശകരമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ യുറേനിയം ഉപയോഗിക്കാമെങ്കിലും അതിന് സമാധാനപരവും പോസിറ്റീവുമായ ഉപയോഗങ്ങളും വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആണവ നിലയങ്ങളിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇതേ വിഘടന പ്രക്രിയയാണ് കൂടുതലും ഉപയോഗിച്ചു വരുന്നത്. ഈ താപം ജലത്തെ നീരാവിയാക്കി മാറ്റുകയാണ്. പിന്നീട് അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ടർബൈനുകൾ കറക്കുകയും ചെയ്യും. ഇന്ത്യയിൽ കൂടംകുളം, താരാപൂർ, റാവത്ഭട്ട തുടങ്ങിയ ആണവ നിലയങ്ങൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ രീതിയാണ്. മാത്രമല്ല വൈദ്യുതിക്ക് പുറമെ വൈദ്യശാസ്ത്ര മേഖലയിലും ബഹിരാകാശ ദൗത്യത്തിലും യുറേനിയം വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അത് ബഹിരാകാശ പേടകങ്ങൾക്ക് ഊർജവും നൽകുന്നതാണ്. മാത്രമല്ല ഒരു ആണവായുധം പൊട്ടിത്തെറിക്കുമ്പോൾ അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഊർജ്ജമാണ് യഥാർത്ഥത്തിൽ പുറപ്പെടുവിക്കുന്നത്. പക്ഷെ ദശലക്ഷക്കണക്കിന് ആളുകളെ തൽക്ഷണം കൊല്ലാൻ ഇതിന് കഴിയുകയും ചെയ്യും. കൂടാതെ ഒരു ബോംബിന് ഒരു നഗരം മുഴുവൻ തകർക്കാൻ കഴിയുന്നത്ര വലുതാണ് അതിന്റെ വിനാശകരമായ ശക്തി എന്നത്. മാത്രമല്ല വെറും 1 കിലോഗ്രാം യുറേനിയം 238 ന്യൂക്ലിയർ ഫിഷൻ വഴി പൂർണ്ണമായി വിഭജിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ടൺ TNTയുടെ അത്രയും ഊർജ്ജം പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല യുറേനിയം ദുരുപയോഗം ചെയ്താൽ ഒരു വിനാശകരമായ ശക്തിയായും ഊർജ്ജ ഉൽപ്പാദനം, ബഹിരാകാശ പരിവേഷണം, മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ എന്നിങ്ങനെ തുടങ്ങിയ മേഖലകളിൽ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണമെങ്കിൽ ഒരു പരിവർത്തന ശക്തി സ്രോതസ്സായും കാണപ്പെടുന്നതായിരിക്കും. യൂണിയൻ ഓഫ് കൺസേൺഡ് സയന്റിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ലോകത്ത് നിലവിൽ 9 രാജ്യങ്ങൾക്ക് മാത്രമാണ് ആണവായുധങ്ങൾ നിലനിൽക്കുന്നത്. ഏറ്റവും വലിയ ആണവായുധ ശേഖരം റഷ്യയുടെ കൈവശമാണുള്ളത്. അതിന് തൊട്ടു പിന്നിൽ നിൽക്കുന്നത് അമേരിക്ക എന്ന രാജ്യമാണ്. ചൈന അതിവേഗം തങ്ങളുടെ ആണവശക്തി വർദ്ധിപ്പിക്കുകയാണിപ്പോൾ.
ഇന്ത്യയും പാകിസ്ഥാനും വളർന്നു വരുന്ന ആയുധ ശേഖരം കൈവശം നിലനിർത്തുന്ന രാജ്യങ്ങൾ കൂടിയാണ്. മാത്രമല്ല ഇസ്രയേൽ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോഴും അവയുടെ കൃത്യമായ എണ്ണം രഹസ്യമായിട്ടാണ് കൂടുതലും സൂക്ഷിക്കുന്നത്. അതേസമയം റഷ്യ തങ്ങളുടെ ആണവായുധ ശേഖരം വികസിപ്പിക്കുകയും ആണവായുധങ്ങളുടെ എയർ ടു എയർ മിസൈൽ വിന്യസിക്കുകയും ചെയ്യുന്നതായി US ഇന്റലിജൻസ് റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വന്നിരുന്നു. ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുന്നതിനായി റഷ്യ ആണവ സിദ്ധാന്തം പരിഷ്കരിച്ച മാസങ്ങൾക്ക് ശേഷമായിരുന്നു US ഇന്റലിജൻസിന്റെ ഈ വിലയിരുത്തൽ പുറത്തു വന്നത്. മാത്രമല്ല യുക്രൈനുമായുള്ള തുടർച്ചയായ യുദ്ധത്തിൽ റഷ്യൻ നേതാക്കൾ പലപ്പോഴും യുക്രൈനെയും പങ്കാളികളെയും ആണവ ആക്രമണങ്ങളുടെ പേരിൽ വലിയ രീതിയിലാണ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്.